നമ്മളെല്ലാ സിനിമകളിലെ വേഷങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യാമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വളരെ ഇഷ്ടത്തോടെ ചെയ്ത വേഷമാണ്. കേട്ടപ്പം ഭയങ്കര നമ്മളെ ഹോണ്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ഒരു റൊമാൻറ്റിക് ഹീറോ ടൈറ്റിലൊക്കെ ഇപ്പൊ അജിത് ചേട്ടന് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. മോള് പറഞ്ഞറിയാം, അപ്പനെയും മോളെയും പോലുണ്ട്. ക്യാപ്റ്റനോട് തന്നെ ചോദിക്കുന്നത് എന്താണ് ആമോസ് അലക്സാണ്ടർ? അതൊരു ത്രില്ലർ ജനറൽ പറഞ്ഞ ഒരു സിനിമ തന്നെയാണ്. ചുരുളിയുടെ ഒക്കെ കട്ട ഫാനായ. അല്ല, ജാഫ്രിക്കനെ ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സഹതാപം, ഒന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വില്ലൻ ഇല്ലാത്ത പോലെ ഒന്ന് നോട്ടം കൊണ്ട് തന്നെ അല്ലേ ജാഫ്രിക്കയുടെ പല എക്സ്പ്രഷൻസ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് അലക്സാണ്ടർ ആരാണ്? സിനിമ ആണല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകണമെന്ന് ഞാൻ എടുത്ത് ഇങ്ങനെ സംസാരിക്കണോ വിളിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് വെച്ച് കേട്ടൊരു മര്യാദയ്ക്ക് ഞാൻ ഇങ്ങനെ വെച്ചു, മോളുടെ പേരെന്താ അത് ചോദിച്ചു. അപ്പൊ ആ കൊച്ചു പെട്ടെന്ന് എന്നാ ലക്ഷ്മി എന്നാ പറഞ്ഞത്, ഐശ്വര്യ ചേർത്തില്ല. അത് ഇഷ്ടപ്പെട്ടില്ലോ എന്നൊരു സംശയം എനിക്ക്. അങ്ങനെ ചോദിച്ചത് ആ ടൈമിൽ ആ കൊച്ചെ കണ്ട് 10-15 ഭാഷയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ ശ്രീനാഥ് കൂടെ എൻ്റെ അടുത്ത് പിള്ളേർ തൊട്ടപ്പുറേ കൊച്ചു നിന്നു. അപ്പം ഞാൻ പതിയെ നൈസായിട്ട് ചോദിച്ചു, ഈ കൊച്ചെ ഏതെങ്കിലും സിനിമയിലുണ്ടോ? ശ്രീനാഥ് വാസിയായിട്ട് സിനിമയുണ്ടോ? അപ്പം പോയി നിങ്ങൾ സിനിമയും കാണുള്ളൂ. 5 ദിവസം ഭാഷയിൽ അഭിനയിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മി വിളിച്ചപ്പാടാക്കി. ഇഞ്ചി my meal partner. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ആമോസ് അലക്സാണ്ടർ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട അജു ചേട്ടൻ, താര, ജാഫ്രിക്ക, അജയ് ചേട്ടൻ. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? സുഖം. ആൻഡ് ഈ ആമോസ് അലക്സാണ്ടറിന്റെ ഞാൻ ടീസർ കണ്ടപ്പോ ഒരു ഗംഭീര ഒരു മ്യൂസീഷ്യനെയും കൊണ്ടാണ് ആ ടീസറിന്റെ ആദ്യത്തെ 4 വരി പാടിപ്പിച്ചതെന്ന് ഞാൻ അറിയാൻ സാധിച്ചാണോ ഇക്ക? എവിടെന്നോ ഇറക്കുമതി ചെയ്ത ഒരു മ്യൂസീഷ്യനെ ഇറക്കി എന്ന് അജയ് ചേട്ടൻ പറഞ്ഞു. കറക്റ്റ് ആണോ? സോങ് ഇവര് സെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ പാടിനെ കുറിച്ച് വല്ലതും അറിയോ? ഇല്ല. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ വലിയ പാട്ടുകാരൊക്കെ പാടുന്ന പാട്ടുകളില്ല. ഈ പാറപ്പുറത്ത് ചട്ടിട്ട് ഒരു സ്വരമായിട്ട് അങ്ങോട്ട് കൂടി ഇവരും അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പോ അങ്ങനെ അപ്പൊ ഒരു 4 വരി ഇതങ്ങ് തുടങ്ങിയിട്ട് അത് കാണാപ്പാടം എനിക്ക് അറിയാൻ പാടില്ല. അതൊരു ബംഗാളി ഫോക്ക് സോങ് ആണ്. ബംഗാളി സോങ് ആണ്. ഞാനിത് പാടിപ്പിച്ചങ്ങ് ആമോസ് അലക്സാണ്ടർ ടീച്ചർ പോലെ തന്നെ ലിറിക്സ് അപ്പൊ ലാസ്റ്റ് ഉള്ളത് അത് ഇത്ര ഉള്ളതേ. അപ്പം പാട്ട് സിനിമയിൽ കേൾക്കുമ്പോ അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ പാടി എങ്ങനെയാന്നുള്ള 2 ലൈൻ മൂടിയാ പോലെ അങ്ങനെ അല്ലേ? അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ അത് പ്ലേസ് ചെയ്ത് പാടാം. ലിറിക്സ് കിട്ടിയിട്ട് ലിറിക്സ് ലാസ്റ്റ് മതിയാലും മതി. അപ്പൊ അജിച്ചേട്ടൻ ഇപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു ഇക്കയും താരയാണ് ഈ ഒരു മൂവി കൊണ്ടുപോകുന്നത്, ലീഡ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ 2 പേരാന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയോ സംതിങ് ടീച്ചർ കണ്ടപ്പോ ജാഫ്രിക്കയുടെ ലുക്ക് ഇങ്ങനെയല്ല. ഞാൻ ആ ലുക്കൊക്കെ ആയിട്ടോ പ്രതീക്ഷ വന്നത്. ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ ഒക്കെ പോലെ അല്ലേ, ഒരു സംതിങ് അങ്ങനത്തെ ഒക്കെ വന്നപ്പോ ഞാൻ ആ ഇക്കനെ പ്രതീക്ഷ വന്നപ്പോ ദേ നമ്മൾ എന്നും കാണുന്ന കുട്ടപ്പനായിട്ട് വലിയതാടിയുള്ള വേറെ പടങ്ങളുണ്ട്. ഇത് പിന്നെ ഈ അപ്പാച്ചി മോഡലൊക്കെ വെട്ടിയിട്ട് ഈ താടി പ്രൊജക്ട് ചെയ്തൊക്കെ ആയപ്പോ വേറെ ലുക്കായി പോയതാ. അങ്ങനെയാ. അലക്സാണ്ടർ ആരാണ്? അലക്സാണ്ടർ സിനിമ ആണെന്ന് പറഞ്ഞ പോലെ ആണല്ലേ? അലക്സാണ്ടർ സിനിമ കാണുമ്പം ഇല്ലേ? പക്ഷെ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ജാഫ്രിക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ല, അത് ആ സംശയം കിടക്കട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നത്
അലക്സാണ്ടർ അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അജു ചേട്ടന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കും ഒരു ഇനി സംശയം. അതല്ല ഇനി അതെ, ആമോസ് ആരാ? കേട്ടോ, ആമോസും ഒരു പേര്, അലക്സാണ്ടർ ഒരു പേര്. ഇപ്പൊ ഷാജോൺ അതെ അതെ ഇനി അങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. അറിയത്തില്ല. പടം കാണുമ്പോൾ ചിലപ്പം അറിയാൻ പറ്റും. ഓക്കെ, അത് ചേട്ടാ. അപ്പം ആമോസ് അലക്സാണ്ടർ, ഇതിന്റെ ഇടയിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്, ലവ്, ലോയൽ, ലീഗൽ. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള മിക്സ് ആണോ ഈ ഒരു മൂവി പറയുന്നത്? ഞാൻ ഭാഗമാവുന്ന ലവിലാണ്. ലവിലാണ്. പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ, നല്ല അടിപൊളി. ഞങ്ങളാണ് ലവ് ഇൻട്രസ്റ്റ്, എന്റെ ലവ് ഇൻട്രസ്റ്റ് ഇപ്പോഴും അല്ല, ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നത് വളരെ രസകരമായ ഒരു റോളാണ്. ഒരുപാട് ഇഷ്ടത്തോടെ നമ്മൾ എല്ലാ സിനിമകളിലെ വേഷങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യാമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വളരെ ഇഷ്ടത്തോടെ ചെയ്ത വേഷമാണ്. അത് അജയ് എഴുതി, കഥ ഞാനങ്ങനെ കഥയായിട്ടേ കേട്ടുള്ളൂ, തിരക്കഥ കേൾക്കുന്ന സ്വഭാവമില്ല. പക്ഷെ കേട്ടപ്പം ഭയങ്കര നമ്മളെ ഹോണ്ട് ചെയ്തൊരു ക്യാരക്ടറാണ് അത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഈ മറ്റേ ലവ് അണ്ടർ കൺസ്ട്രക്ഷന് ശേഷം അജു ചേട്ടന്റെ പ്രണയം അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പ്രണയം അജു ചേട്ടന്റെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, കണ്ണുകളിലായിക്കോട്ടെ, ഈ പാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് എന്താ ഒരു റൊമാൻറ്റിക് ഹീറോ ടൈറ്റിലൊക്കെ ഇപ്പൊ അജു ചേട്ടന് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. മോള് പറഞ്ഞെന്തറിയോ, അപ്പനെയും മോളെയും പോലുണ്ട്. താരാ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ഞല്ലേ? അതെ, കുഞ്ഞ. പക്ഷെ ആ കുട്ടി അല്ലേ? അല്ല, അതിലൊരു യോജിക്കുമല്ല, അവര് പറയാൻ വന്ന എനിക്ക് ഒന്ന് തിരിച്ചായിരിക്കുന്നു. അമ്മയും മോനും അങ്ങനെ അങ്ങനെ തോന്നിക്കില്ല. ഈ നരയിട്ട് ചെയ്തോണ്ടേ നമുക്ക് നര ഇഷ്ടമല്ല. അങ്ങനെ പ്രതീക്ഷിച്ച, പക്ഷെ പറഞ്ഞില്ല. മനസ്സിലായില്ല. മിനി ബോയ് എന്നാണ് മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടർ. മിനി ബോയ് ശരിക്കും പേരെന്താ? പ്രവീൺ. ഓക്കെ. മ്യൂസിക്കിൽ ആ സോങ് ഭയങ്കര നമുക്ക് എല്ലാവർക്കും. പ്രശാന്ത് എന്ന് പറഞ്ഞ തിരക്കഥ അജയുടെ കൂടെ എഴുതിയ ആള് തന്നെയാണ്, റൈറ്ററാണ്. അദ്ദേഹം തന്നെ ലിറിക്സ്. അപ്പൊ താരയുടെ എൻട്രി എങ്ങനെയായിരുന്നു? ഇതിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഈ മൂവിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അതെ, അതെനിക്ക് തോന്നി ട്രെയിലർ കണ്ടപ്പോ. ആമോസ് അലക്സാണ്ടർ ആയി പോയി. താര പറ. ഈ പടത്തിലേക്കൊന്നുള്ള എൻട്രിയാണ്. അതെ, അത് എനിക്ക് അജയ് ചേട്ടനെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 12 വർഷമായിട്ട് എനിക്കറിയാം. സോ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞത് ആൾ ഓർത്ത് ആൾ ആദ്യമായിട്ടൊരു പടം ചെയ്തപ്പോ എന്നെ വിളിച്ചതാണ്. അത് അടിപൊളിയല്ലേ, ഒരു സ്ട്രെങ്തൻ ക്യാരക്ടർ തന്നെ തന്നു. അപ്പം അഭിനയമായിരുന്ന മുഖം താരനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞാൻ എവിടേക്കോ താരനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ നിന്നൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നേരത്തെ മൂവീസിൽ ആക്ട് ചെയ്തിട്ടില്ലേ? ഞാൻ ഈ കൊച്ചിന്റെ കൂടെ അഭിനയിച്ചല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കൊച്ചിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചില്ല. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ആലോചിക്കുന്നത് എവിടെ ഈ കൊച്ചിനെ കണ്ടേക്കണ. കാര്യം എന്റെ നാട്ടുകാരിയാ, ഇപ്പൊ എവിടെയാ? തൊടുപുഴക്കാരിയാ. ഞാനും തൊടുപുഴയാ. അതെ, അതെനിക്കറിയാം. പിന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞാൻ കോട്ടയം ഈ ഷാജോട് ഞാൻ വല്ല ഒരു സംക്രാന്തി നസീറില്ലേ അവിടെ കോമഡി അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുമ്പം ഈ കൊച്ചിന് ഓഡിയൻസിൽ നിൽക്കുന്നു. അങ്ങനെ കണ്ടിട്ടുള്ള പരസ്യത്തിലെ ഇതിലെ മോഡല് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെയാ കണ്ടിട്ടുണ്ടായി. എന്റെ അമ്മ വീടാണ് തൊടുപുഴ. മുന്നത്തെ മൂവീസ് എങ്ങനെയായിരുന്നു? അഭിനയം തന്നെയായിരുന്നു ഇഷ്ടം, താല്പര്യം? എല്ലാം ഫുൾ ആക്ടിങ്ങിനോടായിരുന്നോ താല്പര്യം? അങ്ങനെ ചോദിച്ച അഭിനയം ഓഫ് കോഴ്സ് ഇഷ്ടമായിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെയോ വന്നതാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് 21ാം നൂറ്റാണ്ടായിരുന്നു, പ്രണവ് മോഹൻലാലിന്റെ രണ്ടാമത്തെ പടം. പിന്നെ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാടകം പഠിക്കാൻ പോയി. അങ്ങനെ കുറച്ചാൾ നാടകമായിട്ട് നടന്നു. പിന്നെ അതിന്റെ ഇടയിൽ വരുന്നതൊക്കെ ചെയ്യുന്നു. ഞാൻ ഓരോവില്ലായിരുന്നു, ഇന്ത്യൻ ഹോസ്റ്റൽ.
ഓക്കെ. ആമോസ് അലക്സാണ്ടറിന്റെ ദ ക്യാപ്റ്റൻ അജയ് ചേട്ടാ, ഇത് കാണുമ്പോൾ പലർക്കും ഡൗട്ട് ഇതൊരു ത്രില്ലർ ഉണ്ടോ, ലവ് ഉണ്ടോ, ഇത് എന്തൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ കാണിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത് ട്രാവൽ മൂവി ആണോ? കുറെ കൺഫ്യൂസിംഗ് ഒക്കെ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ക്യാപ്റ്റനോട് തന്നെ ചോദിക്കുന്നത് എന്താണ് ആമോസ് അലക്സാണ്ടർ? അതൊരു ത്രില്ലർ ജനറൽ പറഞ്ഞ ഒരു സിനിമ തന്നെയാണ്. അതിൽ ആ ക്യാപ്ഷൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ, ലവ് ഉണ്ട്, ക്രൈം ഉണ്ട്, ലീഗലായിട്ടുള്ള സംഭവങ്ങളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാവലിന്റെ കുറച്ച് 10-14 സ്റ്റേറ്റിൽ കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് പോർഷൻസ്. എങ്ങനെയാ അജിഷേട്ടൻ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ? ഞാൻ കേട്ടത് കഴിഞ്ഞ നവംബറിൽ ഇതേപോലെ ഒരു വർഷം മുന്നേ വിളിക്കായിരുന്നു, കഥ പറയണമെന്ന് ആരും പറയുന്ന പോലെ. അവിടെയാണ് ഈ പിലാക്കലിന്റെ ഒരു പിലാക്കൽ ഞങ്ങൾ വിളിക്കുന്ന കേട്ടോ, പ്രൊഡ്യൂസറെ അഷ്റഫ് പിലാക്കൽ എന്ന്. പുള്ളിയുടെ ഒരു ഇടപെടലുണ്ട്. ഇപ്പൊ പുള്ളി ആകുമ്പോഴും ജാഫർക്ക ആണ് നമുക്ക് നെടുന്തൂണായിട്ട് ഒറ്റ ഒരാളേ ഉള്ളൂ, താരം ഓൾറെഡി ഇന്നാണ്. പുള്ളീൻ്റെ അടുത്ത് വിളിച്ചു, നിനക്ക് ഈ ക്യാരക്ടർ പ്രധാനപ്പെട്ട ക്യാരക്ടർ അല്ലേ, ജാഫ്രിക്കയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ, ഈ ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റ് വേണമെന്നുണ്ടോ? പിന്നീട് കിട്ടുന്ന എല്ലാം ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു നമ്മുടെ പ്രോജക്റ്റിലോട്ട്. ഞാൻ പറഞ്ഞു വേണമെന്നുണ്ട്, ആരൊക്കെ ഉണ്ട് ഇനി ഓപ്ഷൻ. അപ്പം സ്വാഭാവികമായിട്ടും അയച്ചേട്ടൻ വന്നു, അയച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും നമുക്ക് അറിയില്ല, പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയില്ലല്ലോ, പുള്ളിക്കാരൻ ഓൾറെഡി ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ എന്ത് പറയണം, എനിക്കാണ് വിശദീകരിച്ച് പറയാനും അറിയണമെന്നില്ല, അറിയത്തില്ല. ഞാൻ ഒരു ഒറ്റ ലൈൻ പറഞ്ഞു, ചുമ്മാ അത് വാട്സപ്പ് ചെയ്യുക. എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കുകയും വേണ്ട, ഒന്നും വേണ്ട, നീ എനിക്ക് ഒരൊറ്റ ലൈനാക്കി പറയാൻ പറഞ്ഞു. ഞാൻ ഒറ്റ ലൈൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ മാറ്റി വെച്ചു. 2 മിനിറ്റ് കഴിയുമ്പോൾ അജു റീസ് കോളിംഗ് ബാക്ക്, നമ്മൾ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതായി. പിന്നെ ഷാജൻ ചേട്ടൻ കാര്യത്തിന് ഞാൻ വലിയൊരു നന്ദി പറയുക ഇദ്ദേഹത്തിനോട്. എനിക്ക് അന്ന് അവിടെ വെച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, സാഹചര്യം പറയാൻ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹീറോയിസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയിൽ വന്നിട്ട് അല്ല കുറച്ചൊന്നുമല്ല, എന്നാലും അദ്ദേഹത്തിന് എടുക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ ഇല്ലാത്ത ആളാണ്. പക്ഷെ അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം അഭിനയിക്കാൻ പോയി അല്ലെങ്കിൽ 100 ദിവസം അഭിനയിച്ചു എന്നൊന്നുമല്ല, ക്യാരക്ടറെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തതിന് പ്രത്യേകം കടപ്പെട്ടിരിക്കുമല്ലോ. ഈ പ്രൊജക്ട് സംഭവിച്ചതിൽ ഞങ്ങളെല്ലാം ഭയങ്കര മ്യൂച്വലി ആസ്വദിച്ച് ചെയ്ത പടമാണ്. അത് ഈ സിനിമയുടെ എഴുത്തിന്റെയും അദ്ദേഹം കൺസീവ് ചെയ്ത കഥയുടെയും മെറിറ്റാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം എനിക്ക് ഇതുവരെ ഇത്രയും ഒരു ലെജൻഡറി ആക്ടർ പെർഫോമറിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ചുരുളിയുടെ ഒക്കെ കട്ട ഫാനായ ചുരുളിയതല്ല, ഞാൻ എടുത്തു പറഞ്ഞത്. പെട്ടെന്ന് നമുക്കറിയാം, അത് നമുക്ക് എളുപ്പമല്ല അവരോടൊക്കെ ഒരു സ്പേസ് കിട്ടുക. അല്ല, ജാഫ്രിക്കയുടെ ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സഹതാപം, ഒന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വില്ലൻ ഇല്ലാത്ത പോലെ ഒന്ന് നോട്ടം കൊണ്ട് തന്നെ അല്ലേ ജാഫ്രിക്കയുടെ പല എക്സ്പ്രഷൻസ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഈ അടുത്തൊരു സിനിമയില് ജാഫ്രിക്കയുടെ സിനിമ പേര് പറയുന്നില്ല, മഹേഷിന്റെ ഡയലോഗ് ഞാൻ തന്നെ കോപ്പി അടിച്ചിട്ടുണ്ട്. ഡയലോഗ് കോപ്പി അടിച്ചിട്ടുണ്ട് അജിഷേട്ടൻ ഒരു പടത്തില്. മഹേഷിലെ ഇതില്ലേ, മഹേഷിൽ നടന്നൊരു അത് ആ സംഭവം അജിഷേട്ടൻ ഡയലോഗ് അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ. ഞാൻ കോപ്പി അതേത് പടം അറിയില്ല അല്ലെ, നമ്മൾ അത് ശരിയല്ല. അത് കാണുന്നവരെ അറിയാത്തവരാണെങ്കിൽ ഫ്രഷ് ആയിട്ട് എനിക്കത് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ എനിക്ക് അന്നേരം മനസ്സിലായില്ലേ, അവര് ഞാൻ അതിനകത്ത് നിന്ന് തെറ്റുന്നുണ്ട് കണ്ടോ. ഒറിജിനൽ ശില്പായ ഇത് ഓടി ഒരു മഴ വരാൻ പോവാ, ഇറക്കത്തിലായി പരിപാടികളല്ല. ആ മറ്റേ ആദ്യം കാണിക്കുന്ന പ്ലാവില്ലേ, മറ്റേ അയാൾ ചക്ക അതിന്റെ ചോട്ടിന്നാണല്ലോ. അപ്പൊ ഇത് വന്നിട്ട് ഈ അന്നേരം പുള്ളി പണ്ട് ഒത്തിരി അളകി നന്നായി സാറൊക്കെ മണി കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ പടത്തിനകത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചോദിച്ചാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു പടത്തിനെ അഭിനയിക്കണം. ഇവിടെ മഴ വരാൻ കാണിച്ചിരുന്നു. അപ്പൊ എനിക്കൊരു പിടി കിട്ടി, ഇതിന് അർത്ഥം മനസ്സിലായില്ല, അർത്ഥം മനസ്സിലായില്ല. അപ്പൊ മഴ പോയത് ഇത് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മഴ എങ്ങ് പെയ്തു. ഈ മഴ പെട്ടെന്ന് പെയ്തൊക്കെ പോണ മഴയല്ലേ, ഒരു മിനിറ്റ് കൊണ്ട് മഴ എങ്ങ് പെയ്ത് പോയി, ഒന്ന് ചാലിച്ചു വെച്ചു പോയി. അപ്പൊ ഏതാണ്ട് വലിയ മഴ വരാൻ പോവാ. അപ്പൊ ഏതാ പെട്ടെന്ന് തീർക്കാൻ ഏതാണ്ട് പാക്കിപ്പാകുമ്പോ ആ സമയത്ത്
ഇത് ചെയ്തു അതൊരു സ്ലിപ്പായി Slip ആയി. ഒരു കുഴപ്പമില്ല സന്തോഷം അത് നമ്മുടെ അതിന്റെ അർത്ഥമൊക്കെ എന്തൊരു ചിരിയായിരുന്നു. അതിന്റെ മനസ്സിലാക്കിയതേ പടമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുകയത് അതെന്നാന്ന് കൊണ്ട് മനസ്സിലായത് ആ പറഞ്ഞ എന്നാന്ന് എനിക്ക് മനസ്സിലായപ്പോഴേ അതായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ തേച്ചു പരിപാടിയില്ലേ ആണ് തേക്കുമ്പോഴും അപ്പൊ ഈ തേച്ചിട്ട് പോണിപ്പോ അതിനകത്തൊരു പെങ്കൊച്ചു തേച്ചൊന്നുമല്ലോ അനുശ്രീ. അനുശ്രീ പകർച്ചയായിരുന്നു. ആ തേച്ചേച്ച് പോയി എന്ന് പറയുമ്പോഴത്തേക്കും അവര് പോയി ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് ഒരു ആൺ നേഴ്സിനെ കല്യാണം കഴിച്ച് രണ്ടരട്ട പിള്ളേരും ഒക്കെ ആയിട്ട് അല്ലേ നമ്മള് സന്തോഷമല്ലേ കാരണം വെച്ചാൽ പറ്റോ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ കാരണവർ അങ്ങനെയല്ല. ഈ കാരണവർ ചിന്തിക്കുന്നറിയോ അതെല്ലാവരും ചിന്തിക്കുന്നുള്ളൂ. അതായത് ഒരു പെണ്ണ് ആണും പെണ്ണും തേക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. തേക്കുന്ന പാർട്ടി രക്ഷപ്പെട്ടു പോകുന്ന പാർട്ടി മറ്റേ ആളുടെ അവസ്ഥ എന്നാ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പോയില്ല. അവിടെ പോയി അവരിട്ടു. ഇവിടെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള പലതിന്റെ കഥാപാത്രം അയാൾ എന്തായി എന്നൊന്നും പിന്നെ ഈ കാരണവർക്കോ മറ്റുള്ളവർക്കോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ പ്രയാസം ഇയാൾ ഉള്ളിൽ കൊണ്ടു നടന്നാണ് വർഷങ്ങളോളം. അപ്പോഴാണ് ഒരു മരണം കിട്ടി വെച്ചിട്ട് അപർണയുടെ കയ്യെ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായി വേറെ കയറി പിടിച്ചു. ഒരു കുഴപ്പമില്ല, അവളെ സന്തോഷമുള്ളൂ. അല്ല സെലിബ്രേറ്റ് ചെയ്ത ഒരു മനസ്സിലാക്കിയ ആൾക്കാരെ അത് വൈറലാക്കിയതൊക്കെ എനിക്ക് മനസ്സിലായില്ല. അല്ല, എല്ലാ തേപ്പ് കിട്ടിയവർക്ക് അങ്ങനെ ഒരാളെ ഇല്ല. ഇല്ല, നിങ്ങളെ പോലെ ഒരു മനുഷ്യരില്ല. അല്ലേ ആ ചെറുക്കന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ അനുഭവിക്കുന്നവരുടെ അവസ്ഥ അറിയുന്നല്ലോ. അതുപോലെയുണ്ട്. അയാൾ തിരക്കി പിടിച്ചു. ഇവര് അന്വേഷിച്ച് നടന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണ്ടപ്പം നമ്മുടെ കൊച്ചിന്നൊക്കെ മനസ്സിൽ പോയി വേറൊരു പെണ്ണിനെ പിടിച്ച് ഓക്കെ അവൻ സെറ്റായി. നമ്മുടെ സന്തോഷം അതായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതുപോലെ തന്നെ ഇക്കയുടെ ഏറ്റവും വലിയതാണ് ഇക്ക പറയുന്നത്. ഞാൻ ഇക്കയുടെ ഒരു ബീഫ് റെസിപ്പി ഇപ്പോഴും പറയുമ്പോ കേൾക്കുമ്പോഴും നമുക്ക് കൊതിയാവും. അത് കഴിച്ചില്ലേലും ഫ്രണ്ടിൽ ആ ഉള്ള രീതിയിൽ. അതെ, ഞാൻ പറഞ്ഞത് കറക്റ്റല്ല. നമ്മളെ എവിടെയൊക്കെ ബീഫ് വയ്ക്കുന്ന അങ്ങനെയല്ലേ? സാധാരണ ഒരു വീട്ടില് വലിയ ഒരു സെറ്റപ്പ് ഇല്ലാത്ത വീട്ടിൽ ബീഫ് വയ്ക്കുന്ന അങ്ങനെയാണ്. വലിയ ഒത്തിരി ഉരുളക്കിഴങ്ങും സവോളൊന്നും മേടിക്കാൻ പറ്റാത്ത ഇവിടെ 4 ഉള്ളി അത് നോക്കിയിട്ട് അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചാൽ ആ വെള്ളത്തിൽ ബീഫ് വയ്ക്കല്. ആ ബീഫ് കറി ഇപ്പൊ കിട്ടാനില്ല. ചില വീട് നാട്ടിൽ നിന്നോ കടയിൽ നിന്ന് കിട്ടും. ഷൂട്ടിംഗ് സ്ഥലത്ത് എങ്ങനെ അജുഷന്റെ ഫുഡ് ആണോ? നല്ല ഫുഡ്. അതായത് നിങ്ങൾ ഒരു ലൊക്കേഷൻ ഒക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ പോയി കഴിയും. ഈ നാടൻ ഭക്ഷണം, നമ്മുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടം. താര എല്ലാം ഇങ്ങനെ കേട്ടിങ്ങനെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ല ഇതാരല്ല താര എല്ലാം ഇങ്ങനെ പറയുമ്പത്തിന് ഇങ്ങനെ എല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പൊ താര ഇപ്പം നമുക്ക് എല്ലാ ഗേൾസിനും അല്ലെങ്കിൽ മിക്ക ഗേൾസിനും ഒരു ആഗ്രഹമാണ് അല്ലെ, ഒരു ഫിലിമിൽ അഭിനയിക്കണം. അത് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാർ. ഇപ്പം അജുഷേട്ടനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മലയാളി നടനാണ്. അപ്പം ആളൊരു വാക്ക് തന്നെങ്കിലും അത് താരയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അജുഷേട്ടനായിട്ടാണ് ഇങ്ങനെ റോൾ ഉള്ളത് അല്ലെങ്കിൽ കോ ആക്ടർ അജുഷേട്ടനാണെന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വന്ന എന്തായിരുന്നു തോട്ട്? ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ ഇവരാരും അങ്ങനെ പിക്ചറിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ 2024 അജു ചേട്ടനാണ് എന്ന് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് മനസ്സിൽ വിചാരിച്ചത് പണ്ട് എൻ്റെ കോളേജില് ആർട്സ് ഡേ ഇനോഗ്രേഷന് വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മലർവാടി ആർട്സിലെ അപ്പൊ ഞാനിങ്ങനെ ക്രൗഡിലിരുന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അന്ന് ചെയ്ത ക്യാരക്ടറിൽ കുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അപ്പൊ ആ ക്യാരക്ടറിനോടായിരുന്നു അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്റെ മനസ്സിലോർത്തു അന്ന് ഞാൻ ആ ക്രൗഡിലിരുന്ന് ഞാൻ പുള്ളി വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പൊ ആളുടെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു ഓക്കെ ആ ജേർണി എങ്ങനെയാണ് എന്ന്. സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം പടം ചെയ്യുന്ന അജുചേട്ടനൊക്കെ പോലത്തെ ഒരാളുടെ കൂടെയും ജാഫ്രിക്കന്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ചു എന്താ മനസ്സിൽ വിചാരിച്ച എന്ന് ചോദിച്ചപ്പോ ഞാൻ കാൺമണ്ടു എന്നൊരു വലിയ കാറെടുക്കണം ഓടിക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പറഞ്ഞപ്പോ സത്യാവസ്ഥ പറഞ്ഞു. ആക്ടിങ് സ്റ്റുഡന്റ് ആണ്, തിയേറ്ററിൽ പഠിച്ച ആളാണ്. ആളുകൂടെ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്
ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനുള്ള അവിടെ പഠിപ്പിച്ചിരിക്കും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓ പക്ഷെ അതെടുത്ത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റൂല. അതെ അതെ അത് അതെ എത്രയോ മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ എടുക്കുന്ന പ്രാക്ടീസാണ്. അതെ അതെ എനിക്ക് സോങ് ഒക്കെ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ബഡ്ജറ്റ് പ്രഷർസൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴും വലിയ കുത്തുവാള എടുപ്പിക്കാൻ പാടില്ല. അതെ 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 അപ്പൊ അജയ് അതിനനുസരിച്ച് ആ സോങ് ഒക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ആ സോങ് ഷൂട്ട് ചെയ്തു. ആ സോങ് ഓക്കെ അപ്പം നമുക്ക് ആ പെർഫോം ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിമെന്റിങ് ആയിരുന്നു താരം. ഓക്കെ വലിയ സീനുണ്ട് ഞങ്ങളുടെ കോമ്പിനേഷൻ. അത് എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു സീൻ ആദ്യമായിട്ട്. ഓക്കെ അങ്ങനെ വെർബലി ആർഗ്യുമെന്റ്സും ഇതൊക്കെ ഉള്ളത് ഈ പ്രണയത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവുമല്ലോ. അപ്പൊ അത് അപ്പുറത്തിരിക്കുന്ന ആക്ടറിന്റെ ഒരു ഇതുണ്ടല്ലോ, ഈ റിയാക്ടിങ് അല്ലെങ്കിൽ തരുന്നൊക്കെ നമ്മളെ ബാധിക്കും. അപ്പം അവിടെ ഒരിക്കലും താരയുടെ ഫസ്റ്റ് ഫിലിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ റീസൺ ബിക്കോസ് ഒരു തിയേറ്റർ ബാക്ക്ഡ്രോപ്പ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായി. ഇപ്പം ഈ ഇവരുടെ ഇടയിലുള്ള സീക്വൻസുകൾ ഇപ്പൊ എന്റേത് പ്രണയം സീക്വൻസ് ആണ് കേട്ടോ. ഇവരുടെ ഇടയിൽ അതേ ആദ്യം നമുക്കും തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരാളായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ ഈ കൊച്ചത്ര പടം ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അതിന് പുള്ളി തിരക്കിൽ പറയാതെ ഇതൊക്കെ ആയി. അപ്പൊ എനിക്ക് തോന്നിയ എക്സ്പീരിയൻസിന് മുമ്പ് സിനിമയിൽ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ സിനിമ കാണാത്ത ആളായിരുന്നു, അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നു പോയതായിരിക്കും. വേറെ പടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏതോ ഇട്ടേക്കുന്ന നടി ഒത്തിരി പടത്തിലുള്ളതായിരിക്കും. ഐശ്വര്യലക്ഷ്മിയുടെ പേരെന്നാന്ന് ചോദിച്ചാൽ അറിയാം. അല്ല അതറിയാം, വാസിക്കറിയാം. അപ്പൊ പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഈ സോങ്ങിന്റെ കാര്യം പറയില്ല, ഈ സോങ്ങിന്റെ കാര്യം പറയില്ലേ, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടേ പരിധി ഉണ്ടായിരുന്നു. പരിധി ഉണ്ടല്ലോ ഈ പടത്തിനൊക്കെ ഒത്തിരി. അതിൽ നിന്നുകൊണ്ട് ഈ പ്രമോദ് പിള്ള എന്ന് പറയുന്നത് ക്യാമറ സാധനം, അയാൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇല്ലേ മുന്തിരി വള്ളി പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വെള്ളിമൂങ്ങയൊക്കെ ചെയ്യുമ്പോ പിന്നെ എന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്, ചാട്ടുള്ളി ഇപ്പൊ ഇറങ്ങിയ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫൈനസ്റ്റ് വർക്കിൽ പറഞ്ഞു. നല്ല ഫ്രെയിമും കാര്യം നല്ല രസമാണ്. അതെ ഇതിന്റെ ഫ്രെയിമിംഗ് അങ്ങേരും ഇടപെടാനൊക്കെ നല്ല മനുഷ്യനാണ്. നമ്മളൊരു വർക്ക് ഹോഴ്സ് എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇടയ്ക്ക് ഉള്ള കാര്യം തന്നെ കേട്ടോ, സത്യമായിട്ട് അദ്ദേഹം പണിയെടുക്കും. അദ്ദേഹം ക്യാമറ എടുത്തിട്ട് ടവർ വിട്ടുകൊണ്ടിട്ട് എന്തെങ്കിലും തിന്നോണ്ടിരിക്കുമല്ലോ. അങ്ങനെ ചില ആളുകളുണ്ട്, എല്ലാവരും ഇല്ല. അതല്ല, ഇതെടുത്ത് മാറ്റി അങ്ങോട്ട് മാറ്റി അവിടെ വെക്കണ ഇവിടെ ഇങ്ങനെ കിടന്ന് പണി. അത് ഈ പടത്തിൽ ഒത്തിരി ഞാൻ കണ്ടില്ല. കാട്ടില് മറ്റേ പടത്തിന് അതാണ് ചിലവര് അത് നമുക്ക് പോസിറ്റീവ്. അതെ അതെ ഇപ്പൊ ഈ മൂവീസ് കാണുന്നില്ല, ഞാൻ തിയേറ്ററിൽ പോയി അങ്ങനെ കാണാറില്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് പുതിയ ആക്ടേഴ്സ് നമ്മുടെ ദിവസം തോറും വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ തിരിച്ചറിയോ ഇവര് ഈ പടത്തിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പരിചയപ്പെടുമല്ലോ. നാച്ചുറലി നമ്മളൊക്കെ അല്ലെങ്കിൽ ഉള്ളിൽ തോന്നൂലേ ഇത് ഈ കുട്ടി ഇനിയിപ്പൊ ഈ കുട്ടി ഏത് പടത്തിലെ നായിക ഏത് പടത്തില ചോദിക്കണം മോശമായിരിക്കും, അങ്ങനെ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ട് ഈ പടങ്ങളൊന്നും കാണാത്ത? ഞാൻ ഈ കൊച്ചിനോട് മാത്രമേ ഞാൻ എനിക്ക് ആ കുട്ടി ഒരു കണ്ണാടി അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു മിൽമയുടെ പരസ്യം ചെയ്തു പപ്പായ നമ്മുടെ ആഷിഖ് കപൂർ സാറിന്. അപ്പൊ അവിടെ ശ്രീനാഥ് ഉണ്ട്, ഈ കൊച്ചുണ്ട്, പിന്നെ ബേസിൽ ജോസഫ് ഉണ്ട്, പിന്നെ വേറെ രണ്ട് പിള്ളേരുണ്ട്. അത് അവന്മാരിപ്പോ വലിയ പടത്തിന് വലിയ ആൾക്കാർ, എനിക്ക് വേറെ തന്നെയല്ല. അപ്പൊ ഈ ഇവരെല്ലാം ഇരിക്കും. ഞാൻ ഈ കൊച്ചോണ്ടിരിക്കുക. എന്നാലും ഞാനിങ്ങനെ ഇരുന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് കോള് വന്നു. എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കോള് വന്നു. ഞാൻ അടുത്ത് ഇങ്ങനെ സംസാരിക്കണമെന്ന് അത് വെച്ച് കേട്ടൊരു മര്യാദക്ക് ഞാൻ ചോദിച്ചു, മോളുടെ പേരെന്താ അത് ചോദിച്ചു. അപ്പൊ ആ കൊച്ചു പെട്ടെന്ന് ലക്ഷ്മി എന്നാ പറഞ്ഞു. ഐശ്വര്യ ആയിരുന്നില്ല, ലക്ഷ്മി. അത് ഇഷ്ടപ്പെട്ടില്ലോ എന്നൊരു സംശയം അങ്ങനെ ചോദിച്ചത്. ആ ടൈമിൽ ആ കൊച്ചെ കണ്ട് 10-15 ഭാഷയിൽ അഭിനയിച്ചോണ്ടിരിക്കുക. ഞാനിങ്ങനെ ഈ കൗണ്ടറിൽ അപ്പൊ എനിക്ക് പിന്നെ ഇതെന്നെ ഇങ്ങനെ ചോദിച്ചേ എന്നുള്ള ചിന്താഗതി ഉണ്ടെന്നായിരിക്കും, ഇല്ലായിരിക്കും. ഞാൻ ലാസ്റ്റ് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ഈ കൗണ്ടറിലായിരിക്കും ഇവര് 5-6 പേര് ഇങ്ങനെ വട്ടം ഈ കൗണ്ടറിൽ വന്നിട്ട് ഐസ്ക്രീം മേടിക്കുന്ന തീരുമാനം. ഈ ശ്രീനാഥ് കൂടെ അടുത്ത് എൻ്റെ അടുത്ത് പിള്ളേർ തൊട്ടപ്പുറം കൊച്ചു. ഞാൻ പതിയെ നൈസായിട്ട് വരും, ഈ കൊച്ചെ ഏതെങ്കിലും സിനിമയിലുണ്ടോ? ശ്രീനാഥ് വാസി സിനിമയിലുണ്ടോ? അപ്പം ചേട്ടാ ഇത് ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്നത് 3-4 സിനിമ ഭാഷയിൽ അഭിനയിക്കുന്ന കുട്ടിയെന്ന് പറയുന്നത് എന്റെ ധാരണയായിരുന്നു. ഈ കൊച്ചൻ കാണിച്ചെന്നത്
പോയികളോ നിങ്ങൾ സിനിമയും കാണും അഞ്ചിട്ട് ദിവസം ഭാഷയിൽ അഭിനയിക്കുന്ന ഐശ്വര്യലക്ഷ്മി വിളിച്ചപ്പാടാക്കി അതങ്ങ് പറഞ്ഞു ഞാൻ കൊച്ചിനോട് സോറി പറഞ്ഞു ലാസ്റ്റ് തീർന്നപ്പോ മോളെ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ സിനിമ കാണാത്ത ഒരാളാണ്. അപ്പൊ ഇത്തവണ ഈ ഭക്ഷണം വന്നപ്പോഴത്തേനും ഒരു പയ്യൻ കണ്ണാടി വെച്ച് അഭിനയിച്ചോട് ഞാൻ ചോദിച്ചു നത്തെന്നും പറഞ്ഞ നത്തിനോട് ഞാൻ ചോദിച്ചു രണ്ടു പേരോട് ചോദിച്ചു ഇത് ഇന്ന ആളാലാന്ന് ചോദിച്ചു ബഷീറ പ്രേമനൂരുള്ള കലക്കി അടിച്ചേക്കണ പയ്യല്ലേ അപ്പൊ എനിക്കറിയാൻ പാടില്ല കൊച്ചു ഷമീർ ഞാൻ കണ്ടില്ലാത്തോണ്ട് അങ്ങനെയൊക്കെ പറ്റാറുണ്ട് നമുക്കത് ഒരു പ്രശ്നമേ ഇല്ല. പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയാം. അതെ അതെ സത്യം. അതെ നമ്മളത് ആർട്ടിഫിഷ്യൽ ആക്കിയൊന്നുമില്ല. അറിഞ്ഞിട്ടറിയാത്ത പോലെ അയ്യോ ഇല്ല ശരിക്കും അറിയാം. അതെന്നോട് ഞാൻ ഒരിക്കൽ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒക്കെ പറഞ്ഞൊരു കാര്യം വെള്ളിമൂങ്ങ കണ്ടിട്ട് എന്നോടുണ്ടായിരുന്ന ഒരു താല്പര്യക്കുറവ് അദ്ദേഹത്തിന് മാറിയത്. അത് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വെറുതെ ആൾക്കാർ കുറ്റം പറഞ്ഞു. അത് ഒരിക്കലും പറയരുത്. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ സത്യസന്ധത അതെ അത് ഞാൻ ഒന്ന് ചാലിക്കട്ടെ അതുകൂടെ ഒന്ന് പറയാം. കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഇരിക്കുന്ന ആമോസ് അലക്സാണ്ടറിന്റെ ആണെങ്കിലും ആമോസ് അലക്സാണ്ടറിനെ കുറിച്ച് ഇതിനെ പറയുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മരത്തിന് ശിഖരം ഉണ്ടാകും പോലെ പല കഥകളും പോകും. അപ്പൊ ഇത് എനിക്ക് ശരിക്കും അത് ഇങ്ങനെ പടമാണ് പോസ്റ്ററ് ഇങ്ങനെയൊക്കെ എനിക്ക് വലിയ വിഷയമാണത്. കാരണം വെച്ചാൽ ഞാനൊന്ന് ഏതാണ്ട് ലെവലില് ആ ടൈമിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ഏതാണ്ട് പോക്കോ തമാശല്ല അങ്ങനെയൊക്കെ ഒരു പച്ച മനുഷ്യനായിട്ട് എല്ലാ പടത്തിലും ഉണ്ടല്ലോ എല്ലാ പടത്തിലും ഇങ്ങനെ ഇടും. അപ്പൊ എന്റെ നാട്ടിൽ ഇരിക്കുന്ന ഇത് എനിക്ക് തരാവുന്ന വേഷമല്ലേ എനിക്ക് തരാത്ത എനിക്ക് കിട്ടുന്നാർന്നല്ലോ ഇങ്ങനെ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇയാളുടെ ഇങ്ങനെ ഒരു കുശുമ്പ് തോന്നും. കുശുമ്പ് കൊണ്ട് ഇച്ചിരി വൈരാഗ്യം കൊടുക്കും. ഞാൻ ഇത് മൊത്തം ഉണ്ടല്ലോ ഒരൊറ്റ പടത്തോട് കൂടി കഴുകി കളഞ്ഞേച്ച് ഞാൻ തന്നെത്താനെ അവിടെ നിന്ന് സോറി പറഞ്ഞ് പോസ്റ്ററെ നോക്കി സോറി പറഞ്ഞ് സിനിമയെ പറഞ്ഞ് ലാസ്റ്റ് നേരിട്ട് പറഞ്ഞു. ആ വെള്ളിമൂങ്ങ എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ആ പരിപാടി കണ്ടിട്ടുള്ള എനിക്ക് ഇയാളെ കിട്ടി അന്നേരം കടിച്ചു ആ സത്യം ഞാൻ അങ്ങനെ നേരിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം അറിയോ? അത് ഏറ്റവും സത്യസന്ധമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. സാധാരണ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നവരുണ്ടാവും. എനിക്ക് വന്നേയില്ല 1% എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് അറിയോ? ആ സിനിമയോട് എനിക്ക് നന്ദി. ജിബുവേട്ടനോട്, ജോജിയോട്, ബിജു ചേട്ടനോട്. കാര്യം ആ സിനിമയിലായിരുന്നു ഈ മനുഷ്യനെ ഈ ദേഷ്യം ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഹൈദർക്കയുടെ ഇന്റർവ്യൂല്. ഹൈദർക്ക വന്ന് പറയാൻ പറഞ്ഞേ വെറുതെ ജാഫർക്ക് ഞാൻ പറഞ്ഞു ഒരിക്കലും അത് അതെ ആർക്കെങ്കിലും നെഞ്ചത്തോട്ട് കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അതല്ല അദ്ദേഹത്തിന്റെ ആ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്ത കാര്യം മനുഷ്യന് ചിലരോട് ചിലപ്പം ഒരു പരിചയമില്ലാത്ത ഒരാളോട് നമുക്ക് താല്പര്യക്കുറവ് തോന്നുന്നവരുണ്ട്. അതിലൊരു തെറ്റില്ല. അത് പറഞ്ഞു ആരോടാ? പുറത്തല്ല, തോന്നിയ ആളോട് മാറിയതും പറഞ്ഞു. അത് ഏറ്റവും വലിയ പച്ചയായ മനുഷ്യന്റെ ക്വാളിറ്റി. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞേ കരച്ചിട്ട് ഞാൻ എന്റെ കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല. കൂട്ടുകാരോട് ദേഷ്യമല്ല. ഞാൻ കണ്ടു അവരുടെ ഫോട്ടോ നാട്ടു വണ്ടി മാറ്റി അങ്ങനെ പറയും. ഇപ്പൊ അടുത്ത് ഇവിടെ കൊണ്ടാവില്ലേ എന്നാന്ന് ഇരിക്കാറുണ്ട്. സത്യമാണ്. ഞാൻ സോറി ദൈവത്തിനോട് സോറി പറയാ. ആമോസ് അലക്സാണ്ടർ വന്നിട്ട് ഇപ്പൊ സോറി അല്ലേ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്തിയേക്കാണ്. അതെ ആമോസ് അലക്സാണ്ടർ നവംബർ റിലീസ് ആകാൻ പോവുകയാണ്. നവംബർ 14 അല്ലെ? ഞാനോർത്തിന്റെ ഡേറ്റ് പറയും. അപ്പൊ നവംബർ 14 ചിൽഡ്രൻസ് ഡേക്ക് അല്ലേ ആമോസ് അലക്സാണ്ടർ അജയുടെ സ്വപ്നമാണ് റിലീസ് ആകാൻ പോകുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. അതെ താരയുടെ അതെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ആ കൂട്ടായ്മ എല്ലാം ഞങ്ങൾ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. അപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യുന്ന അജുചേട്ടൻ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അജുചേട്ടനെ എല്ലാവരും പരസ്പരം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ ഒരു മ്യൂസിക് അവാർഡ് നടത്തുന്നുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ. അപ്പൊ അത് നടത്തുന്ന
അജു ചേട്ടനെയും നിങ്ങൾ എല്ലാവരും ഒഫീഷ്യലി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ അജു ചേട്ടന് ഒരു ചെറിയൊരു സ്നേഹപൂർണ്ണ ഒരു ബാക്ക് സൈഡിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും വരണം. മൈൽ സ്റ്റോൺ മ്യൂസിക് അവാർഡ് അതൊക്കെ ഞങ്ങളെ അറിയിക്കും, നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. 1-2 കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും പേര് പറയാൻ നടക്കൂല. പ്രശാന്ത് പറയാൻ പറ്റും. പ്രശാന്ത് പറഞ്ഞതാണ് ഇവിടെ. ഓക്കെ, പ്രശാന്ത് ഇദ്ദേഹം കൂടെ റൈറ്റ് ചെയ്തത്. അതേയും സംവിധാനം ഇദ്ദേഹമാണ്. പുള്ളി അതിന്റെ ലിറിസിസ്റ്റും കൂടിയാണ്. ഓക്കെ. പിന്നെ ജാഫർക്കയുടെ ലുക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് കൊടുത്തിട്ടുള്ള സാമി, അരവിന്ദ് സ്വാമി. അരവിന്ദ് സ്വാമി. അരവിന്ദ് സ്വാമി അതെ, ഫൈനൽ. അതെ, ഷാജി പാപ്പന്റെ കഴിഞ്ഞ ദിവസം ലുക്ക് മാറ്റി ആ റീല്. ഓക്കെ, പിന്നെ എന്റെ ലുക്സ്, ഫെമിന ജബ്ബാർ ആയിരുന്നു എന്റെ കോസ്റ്റ്യൂംസ്. ഇതെല്ലാരും കൂടിയാണ് പുള്ളിക്കാരനെ ആ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് കോസ്റ്റ്യൂം. അതെ, സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ്. നമ്മള് കുറെ ചാനലുള്ളതുകൊണ്ട് പല സ്ഥലത്ത് പലരുടെ പേര് പറയും. എല്ലാവരും പറയാം. അതെ 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 അതെ. ബേബിക്കല്ലേ കിട്ടി? അപ്പം ഇനിയും ഒരുപാട് ഇന്റർവ്യൂസിൽ ഇവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ November 14 ആമോസ് അലക്സാണ്ടർ. താങ്ക് യു. താങ്ക് യു.